നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ നെടുകെ പിളർത്തി ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷമാണ് ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ ബലൂചിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തോടൊപ്പം നമ്മുടെ വികസനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നും. എന്നാൽ ഓഗസ്റ്റ് 11 മുതൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ, അല്ലെങ്കിൽ ഈ വർഷം മുതൽ ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാനാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ പ്രാദേശിക ഭരണകൂടം ഇപ്പോൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്നേ ദിവസം വീടുകളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലുമെല്ലാം ബലൂചിസ്ഥാന്റെ ദേശീയ പതാക ഉയർത്തണമെന്നും ഇപ്പോൾ അവർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തോടും ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ബലൂചിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ ഇതുവരെയും ഒരു രാജ്യവും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഓഗസ്റ്റ് 11 വരെ സമയമുണ്ട്. ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുക. അതായത് ഇനി എല്ലാ വർഷവും ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കും എന്ന് അവിടുത്തെ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതനുസരിച്ചിട്ടാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് ഈ ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടല്ലാതെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണം എന്ന അഭ്യർത്ഥന ബലൂചിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഈ അടുത്ത കാലത്തായി ഇന്ത്യ ഒട്ടനവധി സഹായങ്ങൾ ചെയ്തു എന്ന റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ അങ്ങനെ ഒരു ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബലൂചിസ്ഥാൻ ലിബറേഷൻ പോരാട്ടങ്ങൾക്ക്, ബലൂചിസ്ഥാനെ മോചിപ്പിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏതാണ്ട് പാകിസ്ഥാന്റെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ്. ബലൂചിസ്ഥാൻ നേരത്തെ തന്നെ ഒരു സ്വാതന്ത്ര്യ കാഴ്ചപ്പാടുള്ള ഒരു പ്രദേശമായിരുന്നു. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ബലൂചിസ്ഥാൻ ആദ്യം ഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ പിന്നീട് അത് പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ചരിത്രപരമായും സാംസ്കാരികപരമായും പാകിസ്ഥാന്റെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധമൊന്നുമില്ല തങ്ങൾക്ക് എന്നവർ അവകാശപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നാണ് ബലൂചിസ്ഥാൻ ആദ്യകാലം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ ഭരണകൂടം ബലൂചിസ്ഥാനോട് കാട്ടിയ വലിയ അനീതി, അവരോട് ഒരു രണ്ടാം തര പൗരന്മാർ എന്ന രീതിയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം ഈ പഞ്ചാബികൾക്ക് സ്വാതന്ത്ര്യമുള്ള മുൻതൂക്കമുള്ള പാകിസ്ഥാൻ ഭരണകൂടം കാട്ടിയത്. എന്നാൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ഒപ്പം പ്രകൃതി വിഭവങ്ങളും ധാതു നിക്ഷേപങ്ങളുമെല്ലാം ധാരാളമുള്ള ഒരു പ്രദേശം, ഒരു പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ ധാതു ലവണങ്ങളും മറ്റ് പ്രകൃതി സമ്പത്തുമെല്ലാം ചൂഷണം ചെയ്യുകയും അതേസമയം ബലൂചിസ്ഥാന് അർഹമായ പ്രാതിനിധ്യം നൽകാതിരിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് തുല്യമായി വിഭവങ്ങൾ പകുത്തു നൽകാതിരിക്കുകയും ചെയ്തു എന്ന ആരോപണം പാക് ഭരണകൂടം പതിറ്റാണ്ടുകളായി നേരിടുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ബലൂചികൾ ഒരു സ്വതന്ത്രമായ നിലപാട്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യം അത് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ സായുധ പോരാട്ടം പോലും നടത്തിയിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സായുധ പോരാട്ടം ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവർ പാകിസ്ഥാൻ പട്ടാളത്തെ അവിടെ നിന്നും തുരത്തി ഓടിച്ചു. പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ അവർ നിരന്തരം ആക്രമണം നടത്തി. ബലൂചിസ്ഥാനിൽ കടന്നുകയറി ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ചൈനീസ് ഉദ്യോഗസ്ഥരെയും അവർ ലക്ഷ്യം വെച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ പട്ടാളത്തിന് ബലൂചിസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായി. അതീവ രഹസ്യമായിട്ടാണ് അവർ പട്ടാള നീക്കം പോലും നടത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയ ആൾനാശം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കഴിഞ്ഞ കുറേ നാളുകളായി ശക്തിപ്പെട്ടു വരികയായിരുന്നു. കൃത്യമായ ആക്രമണം പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ ബലൂചി ലിബറേഷൻ ആർമി അടുത്ത കാലത്ത് നടത്തുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇതിനെ വിലയിരുത്തിയത് ഇന്ത്യ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് സഹായം നൽകുന്നു എന്നാണ്. എന്തായാലും അതിനെ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവിടുത്തെ ഈ കലാപത്തിന് കാരണം എന്ന് ഇന്ത്യ നിലപാടെടുത്തിരുന്നു. ഇന്നിപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും മറ്റു രാജ്യങ്ങളോട് ഈ പറയുന്ന സംഘടന
ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണം എന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആവശ്യം അംഗീകരിക്കുമോ, സ്വതന്ത്ര രാജ്യമായി ബലൂചിസ്ഥാനെ അംഗീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഓഗസ്റ്റ് 10 അല്ലെങ്കിൽ ഓഗസ്റ്റ് 11 തൊട്ട് മുമ്പ്, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചേക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളും ബലൂചിസ്ഥാനിലുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര ശക്തമല്ല കഴിഞ്ഞ കുറേ നാളുകളായി. പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയെ ഭീകരാക്രമണങ്ങൾ കൊണ്ട് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പും പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ നടത്തിയിരുന്നു പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങളുണ്ട് എന്ന് ഇന്ത്യക്ക് തെളിവുകൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. എന്നാൽ ഇന്ത്യയെ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സൈന്യം മുതിർന്നതോടുകൂടി ഇന്ത്യയും ശക്തമായ ആക്രമണം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങളിലടക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യം എന്നത് പാകിസ്ഥാൻ ഈ ഭീകരാക്രമണങ്ങൾക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം. പഹൽഗാം മാതൃകയിൽ ഇനിയൊരു ഭീകരാക്രമണം കൂടി ഇന്ത്യയിൽ നടന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നും പാകിസ്ഥാനെ ഈ മാപ്പിൽ നിന്ന് തന്നെ ഭൂപ്രദേശത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും എന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എങ്കിലും പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടത്തുന്നുണ്ട്. ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ബദലായി ഇന്ത്യ തിരിച്ചും പലതരത്തിലുള്ള ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടാകാം. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബലൂചിസ്ഥാന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പഴക്കം ഇപ്പോൾ ഒരു വലിയ പോരാട്ടമായി മാറിയിരിക്കുന്നു. അവരുടെ സ്വതന്ത്ര ടെറിട്ടറിയായി അവരുടെ രാജ്യത്തെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴിതാ സ്വാതന്ത്ര്യ ദിന പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. വരുന്ന ഓഗസ്റ്റ് 11 മുതൽ എല്ലാ വർഷവും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളായിരിക്കും. ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടുകൂടി ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കണം എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ബലൂചിസ്ഥാൻ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈ അപേക്ഷ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ അത് സ്വീകരിച്ചാൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും. നേരത്തെ കിഴക്കൻ പാകിസ്ഥാൻ പൂർണ്ണമായും വേർപെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. ഇപ്പോൾ ബലൂചിസ്ഥാൻ രൂപീകരണത്തിന് കൂടി ഇന്ത്യ പങ്കുവഹിച്ചാൽ തീർച്ചയായും ഇന്ത്യയോട് പാകിസ്ഥാനുള്ള വിദ്വേഷം വർദ്ധിക്കും എന്നുറപ്പാണ്.